ഹലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുകയാണ് നീറ്റ് നമുക്ക് എപ്പോഴും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, അതായത് ലാസ്റ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ നോക്കിയിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് ഏതൊക്കെയാവാം എന്നുള്ള പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാർട്ടിങ് മീൻസ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ 4 ആണ് ലാസ്റ്റ് നമ്പർ, 1 ഡിജിറ്റ് നമ്പർ, 1സ് പ്ലേസിലുള്ള നമ്പർ 4 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. അത് 5 ആണെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കും. അതുപോലെ 6 ആണെന്നുണ്ടെങ്കിൽ 6 അല്ലെങ്കിൽ 4 ആയിരിക്കും. 9 ആണെങ്കിൽ 3 അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇതൊന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് നമ്പർ ആയിട്ട് 1 4 5 6 9 0 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിനകത്ത് വരാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ അത്? 2 ഉണ്ട്, 3 ഉണ്ട്, അതുപോലെ ഏതാ ഉള്ളത്? 8 ഉണ്ട്, 7 ഉണ്ട്. ശരിയല്ലേ? ഈ 4 നമ്പേഴ്സ്, അതായത് 2 3 8 7 എന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു നമ്പറിനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, അതായത് 82 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ആ വരുന്നത്. സോ 82 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് ഈ 1 4 5 6 9 0 ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന അർത്ഥമില്ല. പക്ഷെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ എല്ലാം ലാസ്റ്റിൽ ഈ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ആയിരിക്കും. ഒന്നുകിൽ 1 ആയിരിക്കും, 4 ആയിരിക്കും, 5 ആയിരിക്കും, 6 ആയിരിക്കും, 9 ആയിരിക്കും, ഇല്ലെങ്കിൽ 0 ആയിരിക്കും. ഈ ഒരു ഐഡിയയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 12 വരെയുള്ള നമ്പേഴ്സിന്റെ 1 to 12 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളത് ഷോർട്ട് കട്ടിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ 1 to 12ന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1ന്റെ 1 ആണ്, 2ന്റെ 4 ആണ്, 3യുടെ 9 ആണ്, 4ന് 16, 5ക്ക് 25, 6ന് 36, അങ്ങനെ 12 വരെയുള്ളത് നമുക്ക് അറിയാം. ഇത് നമുക്ക് അറിയണം. ഓക്കെ, ഇനി ഇൻ കേസ് നമ്മളെടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഐഡിയ വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി 7921 സ്ക്വയർ റൂട്ട് ഓഫ് 7921 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ തിരിക്കേണ്ടത്? ഇപ്പൊ 7921 എന്നല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 2 നമ്പേഴ്സിന് എടുക്കുക, അതുപോലെ ഈ 2 നമ്പേഴ്സിന് എടുക്കുക. ലെഫ്റ്റ് എന്ന് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, സോ 21 എന്നുള്ളത് എടുത്തു. 21ന്റെ ലാസ്റ്റ് വരുന്ന നമ്പർ ഏതാ? 1 ആണ്. സോ നമ്മൾ പറഞ്ഞ പ്രകാരം ലാസ്റ്റ് നമ്പർ തന്നിരിക്കുന്നതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ടിന് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഒന്നുകിൽ 1ൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ 9ൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഡിജിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാക്കിയുള്ള ഇവിടെ വന്നിരിക്കുന്ന 7 നമ്മൾ ഈ 2 എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി 79 എടുക്കുക നമ്മൾ. ഓക്കെ, ഈ 79 എടുത്തു കഴിഞ്ഞാൽ 79 ഈ സ്ക്വയേഴ്സിന്റെ ടേബിൾ നോക്കിയിട്ട് 79 ക്ലോസ് ആയിട്ട് വരുന്നത്, അതായത് 79നേക്കാളും ചെറിയ പെർഫെക്റ്റ് സ്ക്വയറും കുറച്ച് ജസ്റ്റ് വലുതായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയറും സെലക്ട് ചെയ്യുക. അത് ഏതായിരിക്കും? 79ന് അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 64 ആണ്, അടുത്തത് വരുന്നത് 81 ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ 64ന്റെയും 81 എന്ന് പറയുന്ന 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. 64 എന്ന് പറയുന്നത് 8ന്റെ ആണ്, 81 എന്ന് പറയുന്നത് 9ന്റെ ആണ്. ഈ 64ന്റെയും 81ന്റെയും ഇടയിലാണ് നമ്മുടെ 79 വരുന്നത്. ശരിയാണല്ലോ? ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 64 79നേക്കാളും ചെറുതാണ് 64 എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും 64 നിന്ന് കിട്ടുന്ന 8 ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 8 എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഇതിനകത്ത് 1 ആണോ 9 ആണോ സെക്കൻഡ് നമ്പർ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ 64ലേക്കാണോ 81ലേക്കാണോ നമ്മുടെ 79 മോർ ക്ലോസ് എന്ന് നോക്കുക. അതായത് തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് നോക്കുക. അത് തീർച്ചയായിട്ടും എങ്ങോട്ടാണ് കൂടുതൽ വരുന്നത്? 81ലോട്ടാണ് വരുന്നത്. അപ്പൊ 81ലോട്ട് വരുന്നതുകൊണ്ട് സെക്കൻഡ് വന്നിട്ടുള്ളത്, അതായത് 9 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് നമ്പർ. സോ 89 ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 7921 നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ട് മീൻസ് 4 ഡിജിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റിലെ 2 ഡിജിറ്റ്സ് എടുത്തിട്ട് അതിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലാസ്റ്റ് 2 നമ്പർ നോക്കിയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റിനെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 21 ആയതുകൊണ്ട് ലാസ്റ്റ് 1 ആണ്. സോ 1 ആയതുകൊണ്ട് ലാസ്റ്റ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9 എന്നുള്ള
ഡിസിഷൻ നമ്മൾ ആദ്യം എടുത്തു വെച്ചു. ഇനി 79 എടുത്തു. ബാക്കിയുള്ള 79 എടുത്തപ്പോൾ 79 മോർ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ 79നേക്കാളും ചെറുതും വലുതുമായിട്ടുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയർസ് എടുത്തു വെച്ചു. ഒന്ന് 64 ആണ്, ഒന്ന് 81 ആണ്. ഇതിൽ 64 ആണ് ഇതിനേക്കാൾ ചെറുത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് നമ്പർ ആയിട്ട് എടുക്കേണ്ടത് 8 ആയിരിക്കും. For which square is 64. അപ്പോൾ 8 കിട്ടി. ഇനി അതിനുശേഷം ഇതിൽ 1 എടുക്കണോ 9 എടുക്കണോ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 64ലോട്ടാണോ 9ലോട്ടാണോ കൂടുതൽ ക്ലോസ് എന്ന് നോക്കുക. 64ലോട്ടാണ് ക്ലോസ് എന്നുണ്ടെങ്കിൽ ചെറുത് ഇതല്ലേ, അപ്പോൾ 1 എടുക്കുക. 81ലോട്ടാണ് ക്ലോസ് എന്നുണ്ടെങ്കിൽ 9 എടുക്കുക. അപ്പോൾ 81ലോട്ടാണ് 79 മോർ ക്ലോസ് ആയിട്ടുള്ളത്. സോ 9 ചൂസ് ചെയ്തു. സോ 8ഉം 9ഉം 89 ആണ് നമ്മുടെ സ്ക്വയർ റൂട്ട് ആയിട്ട് വരിക. ഓക്കെ ആണോ? അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. 6, 7, 2, 4 ഇതിന്റെ സ്ക്വയർ റൂട്ടാ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ? 6, 7, 2, 4 ആണ്. സോ നമ്മൾ ഇവിടുന്ന് പെയർ ചെയ്യുന്ന സമയത്ത് 2, 4 കിട്ടി. 2, 4 ലാസ്റ്റിൽ വരുന്നു. 4 ലാസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ വി ഹാവ് സീൻ ദാറ്റ് ഇസ് 4 ലാസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ 2 ആണ് അല്ലെങ്കിൽ 8 ആണ്. ശരിയല്ലേ? അപ്പൊ 2 അല്ലെങ്കിൽ 4 ആണ്, 2 അല്ലെങ്കിൽ 8 ആണ് നമ്മുടെ സെക്കൻഡ് ഡിജിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 67 ക്ലോസ് ആയിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ സെലക്ട് ചെയ്യണം. സോ പെർഫെക്റ്റ് സ്ക്വയർസ് ഏതൊക്കെയാ? ഒന്ന് 64 ആണ്, തൊട്ട് വലുത് വരുന്നത് ഏതാണ്? 81 ആണ്. ശരിയല്ലേ? ഇനി 64 ആണ് ചെറുത്, അതുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ. ഇനി സെക്കൻഡ് പൊസിഷനിൽ 2 വരുന്നു 8 വരുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എടുക്കണം? 64 എന്നുള്ളത് 67 64ലോട്ടാണോ 81ലോട്ടാണോ മോർ ക്ലോസ് എന്ന് നോക്കുക. ഏതിലേക്കാണ് ക്ലോസ് ആയിട്ടുള്ളത്? 64ലേക്കാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ 64 എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറുത്. സോ ചെറുതായിട്ടുള്ള 2നെ സെലക്ട് ചെയ്യുക. സോ 82 ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ട് ആയിട്ട് വരാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കാണിക്കാം. 5041 ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു 1 ആണ് ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരമുള്ളത്. കാരണം 4 ഡിജിറ്റ് ആണ് വരുന്നത്, അതുകൊണ്ട് 2 ഡിജിറ്റ് ആണ് നമുക്ക് സ്ക്വയർ റൂട്ട് ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് ഇവിടെ 41 ലാസ്റ്റ് 41 ആയതുകൊണ്ട് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 9 ആയിരിക്കുമല്ലോ ലാസ്റ്റ് വരിക. സോ ഇവിടെ 1 or 9 എന്ന് എഴുതാം. നമുക്ക് 1 or 9 എന്ന് എഴുതാം. ഇനി 50യോട് ക്ലോസ് ആയിട്ട് 50യുടെ കുറച്ച് ചെറിയ പെർഫെക്റ്റ് സ്ക്വയറും വലിയ പെർഫെക്റ്റ് സ്ക്വയറും 15ന്റെ ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 ആണ്. 15നേക്കാൾ വലുതെന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ. സോ 49 എന്ന് പറയുന്നത് 7 ആണ് ഇവിടെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരിക. ഇനി 49ഉം 64ഉം നോക്കുമ്പോൾ 50യോട് മോർ ക്ലോസ് ആയിട്ടുള്ളത് 49 ആണ്. സോ അതിനകത്ത് ചെറുതായിട്ടുള്ള 1 ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ 71 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആണോ? ഇനി ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊന്നുണ്ട്. അതായത് ഈ ഒരു റൂള് നമ്മൾ എടുക്കുന്ന ഷോർട്ട് കട്ട് പോസിബിൾ ആവാത്ത അല്ലെങ്കിൽ ഫെയിൽ ആവുന്ന ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഒരു നമ്പർ നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ തെറ്റായിട്ട് കിട്ടും. ഈ ഒരു നമ്പറിൽ മാത്രം നമുക്ക് തെറ്റായിട്ട് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1296 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എങ്ങനെയാണ്? ലാസ്റ്റ് 6 വരുന്നതുകൊണ്ട് 4 അല്ലെങ്കിൽ 6 ആണ്. സോ സെക്കൻഡ് നമ്പർ 4 അല്ലെങ്കിൽ 6 എന്ന് എഴുതി വെക്കും. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് നമ്പർ നോക്കാൻ വേണ്ടിയിട്ട് 12 അല്ലേ? 12ന്റെ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം വലുതെന്ന് പറയുന്നത് 16ഉം ആണ്. സോ 9 എന്നുള്ളത് 3യുടെ ആയതുകൊണ്ട് 3 എന്ന് ഇവിടെ ചൂസ് ചെയ്യും. ഇനി 3യുമായിട്ടും 16ഉമായിട്ടും മോർ ക്ലോസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോർ ക്ലോസ് കിട്ടുക 9ന്റെ അടുത്താണ്. 9ന്റെ അടുത്തായതുകൊണ്ട് നമ്മൾ 4 ആണ് ആക്ച്വലി സെലക്ട് ചെയ്യുക. പക്ഷെ 34 ആണ് നമുക്ക് അപ്പോൾ കിട്ടുക. പക്ഷെ ശരിക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ 36 ആണ്. ഇതാണ് ശരി, ഇത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഷോർട്ട് കട്ട് ഫെയിൽ ആവുന്ന ഒരൊറ്റ കേസാണ് ഉള്ളത്. എക്സെപ്ഷണൽ കേസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഈ എക്സെപ്ഷന്റെ ഉത്തരം 36 ആണ് എന്നുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പെർഫെക്റ്റ് സ്ക്വയർസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ?